ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഴാമത്തെ ആഴ്ചയിൽ പുറത്തേക്ക് ആര് എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ. ഈ ഒരാഴ്ച നോമിനേഷനിൽ 9 കണ്ടസ്റ്റന്റ് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം 2 പേര് വെച്ച് എവിക്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരാഴ്ച ഒരു സിംഗിൾ എവിക്ഷനിൽ ഒതുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പോലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല, ബിഗ് ബോസ് ആണ്. എനിവേസ് 9 കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയെന്ന് നോക്കാം. നൂറ, ബിന്നി, ആര്യൻ, ആദില, സാബുമാൻ, നെവിൻ, ഷാനവാസ്, റെന, ലക്ഷ്മി. ഇതിൽ ആരൊക്കെയാണ് സേഫ് സോണിൽ നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ്, ലക്ഷ്മി, നൂറ, ആദില ഇവര് ഒരു പരിധിവരെ നല്ലൊരു ശതമാനം പ്രേക്ഷകരുടെ വോട്ടിന്റെ പിൻബലത്തിൽ തന്നെ സേഫ് സോണിൽ എന്ന് തന്നെ നമുക്ക് പറയാം. ലക്ഷ്മിയൊക്കെ ഈ ഒരു ആഴ്ച പോകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും റിയാസിന്റെ ഒക്കെ ഈ ഒരു ഹോട്ടൽ ടാസ്കിലെ വരവോടുകൂടി നല്ലൊരു പ്രേക്ഷക പിന്തുണ നേടി ലക്ഷ്മിയൊക്കെ നല്ല രീതിയിൽ മുന്നിൽ കയറിയിട്ടുണ്ട് വോട്ടിങ്ങിൽ. ലക്ഷ്മി, ഷാനവാസ്, ആദില, നൂറ ഇവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സേഫ് സോണിൽ എന്ന് പറയാം. ഇനി നമുക്കൊരു ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ബിന്നി, ആര്യൻ, നെവിൻ, സാബുമാൻ, റെന. ഈ ഒരു 5 കണ്ടസ്റ്റൻസ് ആണ്. വലിയ വോട്ടിന്റെ വ്യത്യാസങ്ങളൊന്നും നിലവിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആര് വേണമെന്നുണ്ടെങ്കിലും പുറത്തോട്ട് പോകാം. അൺഒഫീഷ്യൽ പോളുകളും ഓഡിയൻസ് ട്രെൻഡും ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെനയ്ക്കും നെവിനും നല്ല രീതിയിലുള്ള വോട്ട് കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാബുമാനും വോട്ട് കുറവുണ്ട്. ബിന്നിയും ആര്യനും ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ബിഗ് ബോസ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ നിൽക്കുന്നവരിൽ നിന്ന് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇനി കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് വോട്ട് കൂടുതലുള്ള ആൾക്കാരെ ചിലപ്പോൾ പുറത്തേക്ക് വിടാനുള്ള സാധ്യതകൾ കൊണ്ട് അത് ബിഗ് ബോസിൽ നടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ്. മുൻ ആഴ്ചകളിലും മുൻ സീസണുകളിലും ഒക്കെ നടന്നിട്ടുണ്ട്. ബിന്നിക്കും ആര്യനും അതിൽ പോസിബിലിറ്റീസ് ഉണ്ട്. ബിന്നിക്കും വോട്ട് കുറവാണ്, ആര്യന് കുറച്ചുകൂടെ വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നെവിനും സാബുമോനും റെനയുമാണ് ഭയങ്കരമായിട്ട് വോട്ട് കുറഞ്ഞ് എന്താ പറയുന്നത് ഈ ഒരാഴ്ച നല്ലൊരു ഡേഞ്ചറസ് സോൺ എന്ന് പറയാൻ പറ്റുന്ന 3 കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ എവിഷനോ ഡബിൾ എവിഷനോ വന്നു കഴിഞ്ഞാൽ നെവിൻ, റെന ഇവരിൽ ഒരാൾ എന്താണെന്നുണ്ടെങ്കിലും ഉറപ്പാണെന്നാണ് തോന്നുന്നത് ഈ ഒരു 7ാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ. രണ്ടാമതൊരു എവിക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ സാബുമാനെ കൂടെ നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് കൂട്ടാം. ബിന്നി ഒരു ചെറിയ സാധ്യതകളുണ്ട്. ഈ ഒരു 7ാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ ഡേഞ്ചറസ് സോണിൽ എന്ന് പറയുന്നത് ബിന്നി, ആര്യൻ, അതുപോലെ തന്നെ നമ്മുടെ സാബുമാൻ, നെവിൻ, റെന. ഇതിൽ നെവിനും റെനയ്ക്കുമാണ് ഓഡിയൻസ് ട്രെൻഡും അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കി കഴിയുമ്പോൾ ഏറ്റവും കുറവ് വോട്ട് കാണാൻ സാധിക്കുന്നത്. ഇവരിൽ ഒരാൾ പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരു ഡബിൾ എവിക്ഷൻ വന്നു കഴിഞ്ഞാൽ നെവിനും റെനയ്ക്കുമാണ് കൂടുതൽ സാധ്യതകൾ കാണുന്നത്. സാബുമോനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആരായിരിക്കും ഈ ഒരു ആഴ്ച പുറത്തേക്ക് പോകുന്നത്, നിങ്ങൾ ആരായിരിക്കണം പുറത്തേക്ക് പോകേണ്ടതെന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.